ബാൻകി എന്ന ഗുരുവിന്റെ മഠത്തിലെ പാചകക്കാരനായ സന്യാസി ദൈര്യോയ്ക്ക് വൃദ്ധനായ ഗുരുവിന്റെ ആരോഗ്യത്തിൽ വലിയ ശ്രദ്ധയായിരുന്നു. ഗുരുവിന് കൊടുക്കാനുള്ള മിസോ, അതായത് സോയാബീൻസും ഗോതമ്പും ഈസ്റ്റും ചേർത്ത് അരച്ചുണ്ടാക്കുന്ന വിഭവം പുളിച്ചതാകരുത് എന്ന് അയാൾ തീരുമാനിച്ചു. തൻ്റെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണമാണ് തനിക്കു കിട്ടുന്നത് എന്ന് അറിയാനിടയായ ഗുരുനാഥൻ പാചകക്കാരനെ തൻ്റെ മുമ്പിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ നിർദ്ദേശം നൽകി. ധൈര്യോ ബാൻകിയുടെ മുമ്പിലെത്തി. അങ്ങയുടെ പ്രായവും ആരോഗ്യവും കണക്കിലെടുത്താണ് പുതിയതായി ഉണ്ടാക്കുന്ന മിസോ മാത്രം അങ്ങയ്ക്ക് തരുന്നത് എന്ന് ബാൻകിയോട് ശിഷ്യൻ പറഞ്ഞു. എന്നാൽ ഗുരു ആ മറുപടിയിൽ ഒട്ടും തന്നെ തൃപ്തനായില്ല. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ മുറിയിൽ കയറി കതക് കുറ്റിയിട്ടു. വാതിലിനു പുറത്ത് നിലത്തിരുന്ന ധൈര്യോ പലവട്ടം ഗുരുവിനോട് ക്ഷമാപണം നടത്തി. എന്നാൽ ബാൻകി അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. 7 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ബാൻകി മുറിക്കുള്ളിലും ധൈര്യോ മുറിക്കു പുറത്തും ഒറ്റ ഇരിപ്പ്. ഒടുവിൽ ഈ അവസ്ഥ കണ്ടു മനമടുത്ത ഒരു ശിഷ്യൻ ഗുരുവിനോട് ഉറക്ക വിളിച്ചു ചോദിച്ചു, വൃദ്ധനായ എൻ്റെ ആചാര്യ, അങ്ങയ്ക്ക് നിരാഹാരമിരിക്കാൻ പ്രയാസമില്ലായിരിക്കും. പക്ഷേ ചെറുപ്പക്കാരനായ ഈ ശിഷ്യന് എത്ര കാലം പട്ടിണി കിടക്കാൻ കഴിയും എന്ന് അങ്ങ് എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത്? അത് കേട്ട ബാൻകി പെട്ടെന്ന് വാതിൽ തുറന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ധൈര്യോയോട് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാർ എന്തു കഴിക്കുന്നുവോ അതേ ആഹാരം മാത്രമേ ഞാനും കഴിക്കൂ എന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളൊക്കെ പഠനം പൂർത്തിയാക്കി ഗുരുക്കന്മാരാകുമ്പോഴും ഈ നിർബന്ധം പാലിച്ചിരിക്കണം. എല്ലാ ഗുരുക്കന്മാർക്കും ഈ സെൻ കഥ സമർപ്പിച്ചുകൊണ്ട് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലബ്ധ്വാ സുഹൃൽ ത്രിപുരസുന്ദരിതാവകീനം കാരുണ്യകന്ദളിതകാന്തിഭരം കടാക്ഷം കന്ദർപ്പഭാവസുഭഗാ ഖലു ഭക്തിഭാജ സമ്മോഹയന്തി തരുണീർഭുവനത്രയേവി. കാരുണ്യകന്ദളിതകാന്തിഭരം, കാരുണ്യരസം കൊണ്ട് വർദ്ധിച്ച സവിശേഷമായ ശോഭയോടുകൂടിയ, താവകീനം എൻ്റെ അമ്മയുടെ, കടാക്ഷം നോട്ടത്തെ, സകൃൽ ലബ്ധ്വ ഒരിക്കൽ ലഭിച്ചിട്ട്, ഭക്തിഭാജ ഭക്തർ, കന്ദർപ്പഭാവസുഭഗാഹ കാമദേവനെ പോലെ മഹാഭാഗ്യവാന്മാരായി, ഭുവനത്രയേ അപി 3 ലോകങ്ങളിലും ഉള്ള, തരുണി യുവതികളെ, സമ്മോഹയന്തി ഖലു വളരെ മോഹിപ്പിക്കുന്നുവല്ലോ. അല്ലയോ മഹാത്രിപുരസുന്ദരീ ദേവിയായ എൻ്റെ അമ്മേ, അവിടുത്തെ കാരുണ്യരസം കൊണ്ട് വർദ്ധിച്ച സവിശേഷമായ ശോഭയോടുകൂടിയ അമ്മയുടെ നോട്ടമാകുന്ന സൗഭാഗ്യം ഒരിക്കലെങ്കിലും കിട്ടിയിട്ടുള്ള ഭക്തോത്തമന്മാർ കാമദേവനെ പോലെ മഹാഭാഗ്യവാന്മാരായി 3 ലോകങ്ങളിലുമുള്ള സുന്ദരികളായ യുവതികളെ വളരെയേറെ മോഹിപ്പിക്കുന്നുണ്ടല്ലോ. അല്ലയോ അമ്മേ, അമ്മയുടെ നോട്ടം ഒരിക്കലെങ്കിലും കിട്ടിയിട്ടുള്ള ഭക്തോത്തമന്മാർ കാമദേവനെ പോലെ സൗഭാഗ്യം തികഞ്ഞവരാകുന്നു. അവർ 3 ലോകങ്ങളിലും ഉള്ള യുവതികളെ മുഴുവൻ മോഹിപ്പിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികൾ ഇവിടെ പറയുന്നത്. ഓ ശ്രീലളിതാംബികായൈ നമഃ. ഓം. അമ്മയെ ഉപാസിച്ചാൽ, ഭക്തിയോടുകൂടി ഭജിച്ചാൽ നിരവധി സിദ്ധികൾ ലഭിക്കുന്നതാണ്. അവർക്ക് ഗുരുത്വാകർഷണം ബാധിക്കില്ല, ഭാരമുണ്ടാകുന്നില്ല, ജലം നനയ്ക്കില്ല, സാധാരണക്കാരന് കേൾക്കാൻ കഴിയാത്ത ശബ്ദം കേൾക്കാൻ പറ്റുന്നു എന്നിങ്ങനെയുള്ള പലതും സാധ്യമാകുന്നുണ്ട്. ഏതൊരു ഭക്തനും
പരമഗുരുവിനെ സിദ്ധനായി പൂജിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സിദ്ധന്മാരുടെ ഈശ്വരിയാണ് അമ്മ. കാരണം സിദ്ധികളൊക്കെ നൽകുന്നത് അമ്മയാണ്. അതുകൊണ്ട് വാഗ്ദേവതകൾ അമ്മയെ സിദ്ധേശ്വരി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കുന്നു. അഷ്ടസിദ്ധികൾ വശത്താക്കിയവനാണ് സിദ്ധൻ. സിദ്ധന്മാരുടെ ഈശ്വരി എന്നാണ് സിദ്ധേശ്വരി എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം. അമ്മയെ ഉപാസിച്ച് സിദ്ധികൾ നേടുന്നതുകൊണ്ടാണ് സിദ്ധന്മാർക്ക് അമ്മ ഈശ്വരിയാകുന്നത്. രമണ മഹർഷി, ശ്രീരാമകൃഷ്ണദേവൻ എന്നിവർക്കൊക്കെ പല സിദ്ധികളും ഉണ്ടായിരുന്നു. എന്നാൽ അവരൊന്നും അവ ഉപയോഗിക്കാതെ ഉപാസനയിൽ തന്നെ തുടർന്നുകൊണ്ട് പരമമായ സായുജ്യം പ്രാപിച്ചു. ഓം സിദ്ധേശ്വര്യൈ നമഃ. ഓം ഹ്രീം സിദ്ധേശ്വര്യൈ നമഃ. ഉപാസന കൊണ്ട് അമ്മയെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയുന്ന വിദ്യയാണ് ശ്രീവിദ്യ, അതായത് പഞ്ചദശാക്ഷരീ മന്ത്രം. അമ്മ തന്നെയാണ് ഇത്. ഈ മന്ത്രം ഉപാസിക്കുന്നതിന് ശ്രദ്ധയും ഭക്തിയും മാത്രം മതി. അതുകൊണ്ട് അമ്മ സിദ്ധവിദ്യയാണ്. ലളിതാ സഹസ്രനാമത്തിലെ 472 മന്ത്രമാണ് സിദ്ധവിദ്യ എന്നത്. സിദ്ധവിദ്യാ മന്ത്രമായ പഞ്ചദശാക്ഷരീ മന്ത്രം രൂപമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. മഹർഷി ഈശ്വരന്മാർ ശിഷ്യർക്ക് മന്ത്രോപദേശം ചെയ്യുന്നതിനു മുമ്പ് അവരെ കൂടെ താമസിപ്പിക്കും. സാത്വികമായ ബുദ്ധി വളർത്തി അവർക്ക് ഏതുതരം മന്ത്രമാണ് ഉപദേശിക്കേണ്ടത് എന്ന് സിദ്ധാരി ചക്രശോധനം നോക്കി തീരുമാനിക്കും. സിദ്ധാരി കോഷ്ഠം എന്നും ഇതിന് പറയും. മന്ത്രം സ്വീകരിക്കുന്ന ശിഷ്യന്റെ ജാതകവും മറ്റും പരിശോധിച്ച് ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾക്ക് മന്ത്രം യോജിക്കുമോ എന്ന് ഗുരുനാഥൻ പരീക്ഷിക്കുന്നു. എന്നിട്ട് യോജിക്കുന്ന മന്ത്രം നൽകുന്നു. ഇതാണ് സിദ്ധാരി ചക്രശോധനത്തിൻ്റെ ഉദ്ദേശം. മന്ത്രങ്ങൾ 4 തരമുണ്ട്. സിദ്ധം, സുസിദ്ധം, സാധ്യം, അരി എന്നിവയാണവ. ഗായത്രി പോലുള്ള ചില മന്ത്രങ്ങൾക്ക് മന്ത്രസിദ്ധി ലഭിക്കുന്നതിന് പുരസ്ചരണം ചെയ്യണം. മന്ത്രോപദേശം കിട്ടിയ ശേഷം വിധിപ്രകാരം അക്ഷരലക്ഷം പ്രാവശ്യം ജപിക്കുകയും അതിനുശേഷം അത്ര തന്നെ ഹോമവും അത്ര തന്നെ ജനങ്ങൾക്ക് ഭക്ഷണവും നൽകണം. അത്രയും സംഖ്യ തർപ്പണവും മാർജനവും ചെയ്യണം. പഞ്ചാക്ഷരി മന്ത്രമായ നമഃശിവായ എന്ന മന്ത്രത്തിന് 5 ലക്ഷം പ്രാവശ്യം ജപം മുതലായവ ആവശ്യമാണ്. ബാലാമന്ത്രത്തിന് 3 ലക്ഷമാണ് വേണ്ടത്. ഇപ്രകാരം മന്ത്രത്തിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ചെയ്യുമ്പോഴാണ് സിദ്ധി ലഭിക്കുന്നത്. ഇത്തരം മന്ത്രങ്ങളെ സിദ്ധം എന്ന് പറയുന്നു. എന്നാൽ സുസിദ്ധം എന്ന വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രങ്ങൾക്ക് ഈ നിബന്ധനയില്ല. ശ്രദ്ധയും ഭക്തിയുമാണ് സിദ്ധി നേടുന്നതിന് അടിസ്ഥാനമായി വേണ്ടത്. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, മറ്റു ചിലർക്ക് കാലക്രമേണയും സിദ്ധി നേടാവുന്നതാണ്. അടുത്തതാണ് സാധ്യം. പൂർവജന്മത്തിൽ സിദ്ധി നേടുവാൻ തടസ്സം നേരിട്ടതുകൊണ്ട് ഈ ജന്മത്തിൽ ആ വാസനയുടെ അടിസ്ഥാനത്തിൽ കുറച്ചു ജപം കൊണ്ട് മാത്രം സിദ്ധി വരുന്നു. അതാണ് സാധ്യം. മന്ത്രദേവതയെ ഗൗനിക്കാതെ തെറ്റായ മാർഗത്തിൽ ചരിക്കുന്ന ഉപാസകർ മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രം രക്ഷിക്കുന്നതിനു പകരം ഉപാസകനെയും അവൻ്റെ കുടുംബത്തെയും നശിപ്പിക്കും. ഇതാണ് 4ാമത്തെ വിഭാഗമായ അരി എന്ന് പറയുന്നത്. ചില മന്ത്രോപദേശം സിദ്ധാരി ചക്രശോധനം കൂടാതെ നൽകാം. ഒരക്ഷരമുള്ള മന്ത്രങ്ങൾ: മൃത്യുഞ്ജയ മന്ത്രം. 3 അക്ഷരമുള്ള മന്ത്രം: കാളി, ശ്യാമള, ചണ്ഡിക, ശ്രീവിദ്യ, ഭുവനേശ്വരി, രാജ, ശ്യാമള എന്നിങ്ങനെയുള്ള മന്ത്രങ്ങളാണ് അവ. പഞ്ചദശാക്ഷരി മന്ത്രം സിദ്ധവിദ്യ ആയതുകൊണ്ട് ജപിക്കുന്ന വ്യക്തിയുടെ ദോഷങ്ങളെ ആ മന്ത്രം നശിപ്പിക്കുന്നു. വിധിപ്രകാരം ജപിച്ചാൽ സാധകനെ സിദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ്
പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള ആ മഹാമന്ത്രം രൂപമായിട്ടുള്ളവൾ ആണ് അമ്മ. അതുകൊണ്ടാണ് അമ്മയെ സിദ്ധവിദ്യ എന്ന് പറയുന്നത്. ഓം സിദ്ധവിദ്യായൈ നമഃ. ഓം ഓം ഹ്രേം സിദ്ധവിദ്യായൈ നമഃ. ഒരമ്മ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ജാഗരൂകയായിരിക്കും. അവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കും. അതുപോലെ ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ദേവി സിദ്ധന്മാരെ കാത്തു രക്ഷിക്കുന്നു. അതുകൊണ്ട് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി സിദ്ധമാതാ എന്ന് അമ്മയെ സ്തുതിക്കുന്നു. സിദ്ധന്മാരുടെ മാതാവ് എന്നാണ് ഈ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം. സിദ്ധന്മാർക്ക് അമ്മയായിട്ടുള്ളവൾ. അമ്മയിൽ നിന്നാണ് സിദ്ധന്മാർക്ക് സിദ്ധികൾ കിട്ടുന്നത്. അതുകൊണ്ട് അമ്മയുടെ സന്താനങ്ങൾ എന്ന സ്ഥാനവും അവർക്കുണ്ട്. അമ്മ സമസ്ത ചരാചരങ്ങൾക്ക് മാതാവാണ്. അതുകൊണ്ട് തന്നെ സിദ്ധമാതാവാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സിദ്ധന്മാർ ലൗകികമായ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചവരായതുകൊണ്ട് അവരുടെ രക്ഷാകർതൃത്വം അമ്മ സ്വയം ഏറ്റെടുക്കുന്നു. അതുകൊണ്ടാണ് അമ്മയെ സിദ്ധമാതാ എന്ന് ഇവിടെ പ്രത്യേകം സ്തുതിക്കുന്നത്. ഓം സിദ്ധമാത്രേ നമഃ. ഓം ഓം ഹ്രേം സിദ്ധമാത്രേ നമഃ. സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാതാ ഈ 3 മന്ത്രങ്ങളും ഒന്നിച്ച് ജപിക്കാവുന്നതാണ്. മൂർത്തിത്രയങ്ങളുടെ ശക്തിയും ഒന്നു ചേർന്നാൽ കിട്ടുന്ന അനുഗ്രഹവർഷമാണ് ഈ മന്ത്രം നൽകുന്നത്. കൃത്യമായ വ്രതമോ ജപരീതികളോ ഒന്നും തന്നെ ഈ 3 മന്ത്രങ്ങൾക്കും ബാധകമല്ല. അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ 3 മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. കുട്ടികൾ ഈ മന്ത്രങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ജപിച്ചാൽ അവർ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല. കൂടാതെ സർവ ഐശ്വര്യങ്ങളോടും കൂടി അവർക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതുമാണ്. എത്ര കാലം അവർ ഇങ്ങനെ മാസത്തിൽ ഒരിക്കലെങ്കിലും അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നുവോ അത്രയും കാലം അവരെ ആർക്കും തന്നെ അവരുടെ മേഖലയിൽ പരാജയപ്പെടുത്തുവാനും കഴിയില്ല. ഏത് ദേവീക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും ഇതിലുള്ള ഏതെങ്കിലും മന്ത്രങ്ങൾ ഇഷ്ടമുള്ളത്ര തവണ അമ്മയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ജപിക്കുക. ആഗ്രഹങ്ങൾ സാധ്യമാവും. വീട്ടിൽ ഐശ്വര്യമുണ്ടാകും. 41 ദിവസം ഈ മന്ത്രം തുടർച്ചയായിട്ട് ജപിച്ചാൽ 1 വർഷത്തേക്ക് ആ വീട്ടിൽ ബാധാദി ഉപദ്രവങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതുമല്ല. അപ്രകാരം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി നൽകുന്ന അതിവിശിഷ്ടമായ മന്ത്രങ്ങളാണ് ഇവ. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.